പാഠം 698. ശാസ്ത്രീയമായ ചില പരിഹാരങ്ങൾ. സഹോദരന്മാർ തമ്മിൽ സ്വത്തിനെ ചൊല്ലി തർക്കം. ജ്യേഷ്ഠൻ അനുജന്റെ കുത്തേറ്റ് മരിച്ചു. കഷ്ടം. വന്ന് ഈ ലോകത്തിൽ എന്തും നടത്താവുന്ന അവസ്ഥയിലായി. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ അനുജനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. എന്ത് വൃത്തികേട് കാണിച്ചാലും സഹായിക്കാൻ കുറെ വക്കീലന്മാരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്താണ് ഒറ്റയ്ക്കിരുന്ന് വക്കീലന്മാരെ കുറ്റം പറയുന്നത്? വക്കീലന്മാരെ പറ്റി ഇതുവരെ എന്തെങ്കിലും ഒന്ന് നല്ലത് പറയാനുള്ളത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നീ ഒരു വക്കീലാണല്ലോ, നിന്നെ പറ്റി എന്തുണ്ട് നല്ലത് പറയാൻ? രാവിലെ ഉടക്കാനുള്ള തയ്യാറെടുപ്പാണ് വില്ലേജ് ഓഫീസർ. തല കുഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് അവനവന്റെ അറിവത്തിന് നല്ലത്. അടുത്ത വാർത്ത. സംശയത്തിന്റെ പേരിൽ ഭാര്യയെ കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. പാവം ഭർത്താവ്. സംശയമൊന്നും ആയിരിക്കില്ല, ഭാര്യ എന്തെങ്കിലും തർക്കത്തിന് പറഞ്ഞാണ്. എവിടെ കിണറ്റിൽ തള്ളിയിട്ടാലൊന്നും എത്ര പ്രാവശ്യം ആലോചിച്ചതാ. ഹലോ, അതെ ഉണ്ടല്ലോ. വിളിക്കാം. ഭാമേ, ഭാമേ, ഇപ്പോൾ വരും. ആരാ മനുട്ടാ? വിദ്യാലക്ഷ്മി. ഹലോ, വിദ്യ, പനി എങ്ങനെയുണ്ട്? അപ്പൊ നീ ഇന്ന് വരൂ. ഓ ശരി. ബാഹുലേന്റെയും സുധാമനയുടെയും ഡൈവേഴ്സ് പെറ്റീഷൻ ഇന്നലെ ഫയൽ ചെയ്തു. 1 മാസത്തിനുള്ളിൽ ഡൈവേഴ്സ് കിട്ടും. ഇന്നലെ വക്കീലാഫീസ് വെച്ച് രണ്ടുപേരും തമ്മിൽ വഴക്കായിരുന്നു. ഇങ്ങനത്തെ രണ്ടുപേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തായാലും അത് തീർന്നല്ലോ. ഇനി രണ്ടുപേർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം. ശരി. നാളെ നീ വരുമ്പോ ബാക്കി വിശേഷങ്ങൾ പറയാം. ശരി. സ്നേഹത്തിലും സമാധാനത്തിലും കഴിഞ്ഞ രണ്ടുപേരെ തമ്മിൽ പിരിച്ച് വിവാഹമോചനം വരെ എത്തിച്ചതിന്റെ സന്തോഷമാണോ നിന്റെ ഈ മുഖത്ത് കാണുന്നത്? അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഭാമേ, നമ്മൾ ഭാമേ, നിന്നെപ്പോലുള്ള വക്കീലന്മാർക്ക് കുടുംബ ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാവില്ല. കല്യാണം കഴിച്ച 2 പേർ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ പിരിയാൻ തീരുമാനിച്ചാൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാണ് വേണ്ടത്. മോഹനേട്ടാ, ഞാൻ ആരെയും പിരിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഈ ബാഹുലേന്റെ സുധാമനയുടെ കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായതാ. അന്നു മുതലേ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാ. ബാഹുലേന്റെ അമ്മയും സുധാമണി തമ്മിൽ സ്ഥിരം വഴക്ക് തന്നെയാ. പോരാത്തതിന് ബാഹുലേന് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള സുധാമനയുടെ പരാതി. അത് കല്യാണത്തിന് പറയാൻ പാടില്ലായിരുന്നു. സുധാമനയുടെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അന്ന് അവക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ബാഹുലേന്റെ പലചരക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ സുഖമായിട്ടൊന്ന് ജീവിച്ചു. അപ്പോഴാണ് സുധാമണിക്ക് ജോലി കിട്ടുന്നത്. നല്ല 1ാം തരം സർക്കാർ ജോലി. ബാഹുലേനെ അവളെ ജോലിക്ക് വിടാതിരിക്കാനാകുന്നു നോക്കിയതാ. പക്ഷെ അവളത് വകവച്ചു കൊടുത്തില്ല. ജോലി ശമ്പളമൊക്കെ ആയപ്പോ സുധാമണി പഴയതുപോലെ ബാഹുലൻ പറയുന്നത് എല്ലാം ഒന്നും അനുസരിക്കാതെ. സ്വന്തമായി ജോലിയും വരുമാനമുള്ള പെണ്ണുങ്ങൾക്ക് സ്വന്തമായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ തമ്മിൽ വഴക്ക് തുടങ്ങി. ഇപ്പൊ ആണെങ്കിൽ എന്നും ചീത്തവിളിയും ബഹളവും തന്നെ. അങ്ങനെയുള്ള 2 പേര് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. എന്താ മോഹനയുടെ പ്രയോജനം? എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കയ്യാങ്കിലും ഒഴിവായി കിട്ടും. ഇല്ലെങ്കിൽ അതുകൂടി കാണേണ്ടി വരും. നീ സുധാമണിയുടെ പക്ഷത്ത് നിൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ അതങ്ങനെയാണല്ലോ. ഞാൻ 2 പേരുടെ പക്ഷത്ത് നിന്നില്ല. പിരിയാൻ അവർ തീരുമാനിച്ചു. 2 പേരും കൂടിയാണ് എന്നെ കാണാൻ വന്നത്. എത്രയും പെട്ടെന്ന് ഡൈവേഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന 2 പേരും കൂടി തന്നെയാണ് പറഞ്ഞത്. ജോയിൻ പെറ്റീഷൻ എന്നിട്ട് ഒപ്പിട്ട് തന്നു. മോഹനേട്ടാ, സത്യം പറഞ്ഞ അവർക്ക് 2 പേർക്കും ഇടയിൽ കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിൽ യോജിപ്പുണ്ടായതേ ഈ ഒരു കാര്യത്തിൽ മാത്രമാ. ഇവരുടെ അടുത്ത് പിരിയണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെ അവര് കേൾക്കുവോ? നീ അവരെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കണമായിരുന്നു. ഹലോ, ഞാൻ ഉപദേശിയല്ല, ഒരു വക്കീലാണ്. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കണ്ടെങ്കിൽ പിന്നെ മോഹനേട്ടൻ എന്താണ്? വക്കീലേ, ഈ നേരത്തെ എന്താ ഉത്തമൻ? വേറെ ഏതെങ്കിലും വിവാഹമോചന കേസ് വന്നതായിരിക്കും. ബാഹുലേന്റെ കേസ് ഉത്തമൻ കൊണ്ടുവന്നതാണല്ലോ.
ചുമ്മാ അല്ല ഉത്തമന് പെണ്ണ് കിട്ടാത്തത്. ഈ ജന്മത്ത് ഉത്തമൻ കല്യാണം കഴിക്കാനേ പോകുന്നില്ല. ചുമ്മാ ഇരിക്കുന്നുണ്ടോ? നമസ്കാരം. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. വക്കീൽ വിചാരിച്ച ഈ പ്രശ്നവും തീരും. എന്താ ഉത്തമ? നമ്മുടെ ബാഹുലേന്റെ സുധാമണിയുടെയും പ്രശ്നമാണ്. അവർക്ക് ഇനി എന്ത് പ്രശ്നം? രണ്ടുപേരും കൂടെ ഒപ്പിട്ട് വിവാഹമോചനത്തിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. 1 മാസത്തിനുള്ള ഡൈവോഴ്സും കിട്ടും. ഇനി എന്താണ്? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ പുതിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമസ്കാരമുണ്ട് സാർ. കല്യാണ സമയത്ത് സുധാമണിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം ബാഹുലയെ അവന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കിയെന്നാണ് സുധാമണി പറയുന്നത്. അവക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാശ് ഇപ്പൊ തിരിച്ചു കിട്ടണമെന്ന്. പിന്നെ വഴക്കിലുള്ള വഴി നോക്കുകയാണ് അവര്. ഡൈവേഴ്സ് വാങ്ങി 2 വഴിക്ക് പോകുന്നതിന് പകരം. പിന്നെ ഒറ്റ പൈസ കൊടുക്കൂലെന്ന് ബാഹുലേനും. വക്കീല് ഈ കേസിലും കൂടെ ഒന്ന് ഇടപെട്ട് സംസാരിച്ച് തീർക്കണം. ഞാനോ അവരുടെ വീട്ടുകാരോ പറഞ്ഞ 2 പേരും വകവയ്ക്കൂല. വക്കീല് പറഞ്ഞാ കേക്കും. ശരി, 2 പേരോട് 11 മണിയാകുമ്പോഴേക്കും വക്കീലാഫീസിലേക്ക് വരാൻ പറ. അല്ല വക്കീലെ, അതിലൊരു പ്രശ്നമുണ്ട്. ബാഹുലേന് കടയിലും പോണം, സുധാമണിക്ക് ആഫീസിലും പോണം. അതുകൊണ്ട് ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. പുറത്ത് നിപ്പുണ്ട്. വക്കീലൊന്ന് സംസാരിച്ച അതുകൂടെ തീർത്താല്. എന്റെ വീട്ടിൽ ഇമാതിരി ചർച്ചകൾ പറ്റില്ല സാറേ. ഞാൻ ഒന്ന് പറയട്ടെ. വിവാഹമോചനം നടത്തിയ 2 പേർക്ക് അടുത്ത വഴക്കുണ്ടാക്കാനുള്ള സ്ഥലമല്ല എന്റെ വീട്. ഉത്തമൻ അവരെ പറഞ്ഞു വിട്ടാൽ നല്ലത്, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യേണ്ടി വരും. വക്കീലെ, ഇപ്പൊ സാറിന് അവരോട് അവിടെ നിൽക്കാൻ പറ. ഞാനൊന്ന് പോയി വില്ലേജ് ഓഫീസർ സോപ്പിട്ട് നോക്കട്ടെ. ഇല്ലെങ്കിൽ മോഹനേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കളയും. ഉത്തമിച്ചല്ലേ? ഞാൻ അങ്ങോട്ട് നിൽക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ഇവര് പിരിയുന്ന എന്നെ നല്ലത്. എന്താ ഉത്തമ വക്കീലോടെ? വക്കീലൊക്കെ ഇപ്പൊ വരും. നിങ്ങളൊരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് പോയിട്ട് ജോലിയുണ്ട്. ഇങ്ങനെ പോലെ വായി നോക്കി നടക്കലല്ല. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ. പിന്നെ നിന്റെ സർക്കാർ ഉദ്യോഗത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ചുമ്മാ ഇരുന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഒന്നാമത് കേസിന്റെ കാര്യം വീട്ടിൽ വന്ന് സംസാരിക്കുന്ന മോഹനേഷ് സാറിന് ഇഷ്ടമല്ല. അതുകൊണ്ടാ ആ കൂട്ടത്തിൽ നിങ്ങൾ വഴക്കൂടെ ഉണ്ടാക്കിയാല. മിണ്ടായിരുന്ന 2 പേർക്കും കൊള്ളാം. മിണ്ടരുത്. മിണ്ടരുത്. മോഹനേട്ടാ, കേസിന്റെ കാര്യം വക്കീലാഫീസിൽ വെച്ച് സംസാരിക്കുന്ന തന്നെയാണ് നല്ലത്. അത് മോഹനേട്ടൻ പറഞ്ഞ തന്നെയാ സത്യം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ആഫീസിലേക്ക് വരണമെങ്കിൽ 10 മണി കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ. ബാഹുലിനെ കടയിൽ പോണം. സുധാമണിക്കാണെങ്കിൽ ആഫീസിൽ എത്തണം. മോഹനേട്ടനെ പോലെ സത്യസന്ധന കൃത്യനിഷ്ഠക്കാരനുമായ ഒരു മേലുദ്യോഗസ്ഥൻ സുധാമണിക്ക് ഉണ്ടെങ്കിൽ അത് സമ്മതിക്കില്ലല്ലോ. എന്തായാലും അവരിവിടെ വരെ വന്നില്ലേ, അതങ്ങ് സംസാരിച്ച് തീർത്തേക്കാം. അതല്ലേ നല്ലത്? എന്തായാലും അവര് പിരിയാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ പൈസയുടെ കാര്യം പറഞ്ഞ് പുതിയ പ്രശ്നം വേണ്ടല്ലോ. സമാധാനപരമായ ഒരു പ്രശ്നം തീർക്കാൻ അവസരമുള്ളപ്പോ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? ഒരു ഗാന്ധിയനായ മോഹനേട്ടന്റെ സമാധാനത്തെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എന്ത് പറയുന്നു? ഞാൻ പോയി സംസാരിക്കട്ടെ? അകത്തേക്കൊന്നും വിളിച്ചോണ്ട് മോഹനേട്ടൻ ഒരു ശല്യം ഉണ്ടാക്കില്ല. പുറത്ത് വെച്ച് തന്നെ സംസാരിച്ച് അവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. നല്ല മോഹനേട്ടൻ ഒരു എടുത്തുചാട്ടക്കാരനാണെങ്കിൽ ഞാനൊരു ആവശ്യം പറഞ്ഞ മോഹനേട്ടൻ എതിര് പറയില്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ തന്നെ ആ പ്രശ്നം പറഞ്ഞു തീർത്തേക്കാം. മണി 9 കടയില ചെറുക്ക മാത്രമേ ഉള്ളൂ. എനിക്ക് പോണം. എന്റെ ബാഹുലയെ നീ ഇങ്ങനെ എടുത്ത് ചാടരുതേ. ഇന്ന് കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ നോക്ക്. പണ്ട് 2 പേരും കൂടി എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തതിന്റെ ഫലമാണ് കല്യാണം നടന്നത്. ഇനിയിപ്പം ബന്ധം പിരിയാന്ന് പറഞ്ഞാലേ കുറച്ച് പാടാണ്. അതിന് എന്റെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. എന്റെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരാളെ കിട്ടാൻ തോന്നിയത് അതങ്ങനെ വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലേ? ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല. നിന്ന് മുഷിഞ്ഞോ? സോറി, മോഹനേട്ടന് വീട്ടിൽ വെച്ച് കേസിന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഒരു വിധത്തിൽ ഞാനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കായിരുന്നു. വക്കീലാഫീസിൽ തന്നെയായിരുന്നു സൗകര്യം. പിന്നെ നിങ്ങൾക്ക് 2 പേർക്ക് സമയമില്ലല്ലോ. കടയിൽ കച്ചവടം നടക്കുന്ന നേരത്തെ വക്കീലാഫീസിൽ വന്നിരുന്ന എന്റെ കച്ചവടം പോകും വക്കീലേ. എനിക്കുണ്ടായിരുന്ന ലീവ് മുഴുവൻ തീർന്നു. ഇനി ലീവ് ചോദിച്ചാൽ സൂപ്രണ്ട് വഴക്ക് പറയും. അതാ ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. ശരി, അതൊക്കെ വിട്. ഞാൻ എന്തായാലും ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്തായാലും അത് തീർത്തിട്ടാണ് ബാക്കി കാര്യം.
എന്താണ് ഇപ്പത്തെ നിങ്ങളുടെ പ്രശ്നം? ഞാൻ പറയാൻ വക്കീലേ, ബന്ധം പിരിയാൻ തീരുമാനിച്ചു. കോടതിയിൽ പെറ്റീഷനും കൊടുത്തു. ശരി, എനിക്ക് ഇങ്ങനെ കുറച്ച് കാശ് തരാനുണ്ട്, അതെനിക്ക് കിട്ടണം. ഓ, ഞാൻ ഒരു പൈസയും കൊടുക്കാനല്ല വക്കീലേ. ഇതൊക്കെ ഇവിടെ വെറുതെ പറയുന്നതാ. പൈസ തരാനില്ലേ? കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് 25 പവന്റെ ആഭരണം ഉണ്ടായിരുന്നു. അത് ഇങ്ങേര് ഓരോ കാര്യവും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയി ഒക്കെ നശിപ്പിച്ചു. അങ്ങനെയൊക്കെ ചെയ്യാതെ മര്യാദക്ക് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ആൾക്ക് ഇവിടെ വിലയില്ല. പിന്നെയല്ലേ ഇങ്ങനെയുള്ളവർക്ക്. അമ്മ പ്രശ്നമാവൊന്ന് ചെല്ലേ. വക്കീലേ, ഇവൾ ഈ പറയുന്ന പോലെ 25 പവനൊന്നും ഇല്ല. 4 5 പവൻ എനിക്ക് തന്നിട്ടുണ്ടാവും. അവിടെ ആളെ അതൊക്കെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ചെലവാക്കുന്നത്. ഇവൾക്ക് വേണ്ടി ഞാൻ മുടക്കിയ കാശ് ഞാൻ കണക്ക് പറയുന്നില്ലല്ലോ. കഴിഞ്ഞ 6-7 കൊല്ലമായി 3 നേരം എവിടെ തിന്നു മുടിച്ചത് എന്റെ കാശ് കൊണ്ടല്ലേ. അങ്ങനെ ഒരു കണക്ക് ഞാൻ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കോടീശ്വരനായനെ. ഞാൻ 3 നേരം വല്ല തിന്നിട്ടുണ്ടെങ്കിലേ അത് എന്റെ കാശുണ്ടാ. നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. വക്കീലിനറിയാമോ, ഇവളുടെ ആങ്ങളയ്ക്ക് ഗൾഫിൽ പോവാനായി വിസയ്ക്ക് കാശ് കൊടുത്തത് ഞാനാ. ആ കാശ് എനിക്ക് ഇങ്ങോട്ടല്ലേ തരേണ്ടത്. ഓഹോ, അപ്പൊ നിങ്ങളുടെ അമ്മ ആശുപത്രി കിടക്കുമ്പോ ബില്ലടയ്ക്കാൻ ഞാൻ തന്ന രൂപ 10,000 എവിടെ? നീ എന്നെ കൊണ്ട് ആഴ്ചയിൽ പുതിയ പുതിയ സാരികൾ വാങ്ങിച്ചില്ലേ, അതിന്റെയൊക്കെ കാശ് കൊടുത്തത് ഞാനാ. അതെനിക്ക് വേണം. ഞാനിങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഓണം ബമ്പറടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശ് എനിക്ക് കിട്ടിയാനെ. ഉത്തമ, എന്താ സാറേ? ഇതിനാണ് ഞാൻ പറയുന്നത് കല്യാണം കഴിക്കരുത് എന്ന്. കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരു ഭർത്താവ് മനസമാധാനത്തോടെ ജീവിക്കുന്നുണ്ടോ? ആ വക്കീലെ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എന്തെങ്കിലും പറഞ്ഞ അതോട്ട് കൊണ്ടു ഇവിടെ ശരിയാവൂല. ഒന്ന് വന്നേ, ഒന്ന് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ. ചെല്ലണം സാറേ. അല്ല, അകത്തോട്ട് ചെല്ലാനേ. വാ. അയ്യോ കഷ്ടം. ഇതെന്താ ഉത്തമ, ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണോ? ഏയ്, അത് വഴക്കൊന്നുമല്ലേ. അവരുടെ ചില കോഡ് ഭാഷകളാണ്. എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കേട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലങ്ങ് പറഞ്ഞു കളയും. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കരുതി അവര് തമ്മിൽ വഴക്കാണെന്നല്ലേ? സത്യത്തിൽ അവർ തമ്മിൽ ഒരു വഴക്കുമില്ല. അവര് തമ്മിൽ എന്തോ ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. വേറെന്ത്? ആർക്കറിയാം ഇതൊക്കെ? എന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം? ഞാൻ എന്റെ കക്ഷികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മോഹനേട്ടൻ എന്താണ് അഭിപ്രായം പറയാൻ വരുന്നത്? ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്റെ മൗലിക അവകാശമാണ്. ഞാൻ സംസാരിക്കുന്നത് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ മോഹനേട്ടൻ എന്താ കാര്യം? പക്ഷേ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്നാണ് സംസാരിച്ചത്. എന്റെ മുറ്റത്ത് നിന്ന് നീയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചാലും ഞാൻ ഇടപെടും. മോഹനേട്ടാ, ഇതൊരുമാതിരി വൃത്തിയായിട്ട് സ്വഭാവമാണ്. മോഹനേട്ടനെ കാണാൻ ഒരാൾ വരുമ്പോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിച്ച മോഹനേട്ടൻ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, ആട്ടിച്ചിന്റെ പല്ലിയ താഴെ. ഓ, അപ്പൊ മോഹനേട്ടൻ എന്തു ആവാന്ന്? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഇത് മോഹനേട്ടനെ മാത്രം വീടല്ല, എന്റെയും കൂടിയാ. ഇവിടെ എനിക്ക് എന്റെ സ്വാതന്ത്ര്യമുണ്ട്. അത് തടയാൻ വന്നാലേ മോഹനേട്ടനെ അഴിയണം, ഓർത്തോ? പിന്നെ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത കക്ഷികളെ പേടിപ്പിക്കുന്നത് പോലെ എന്നെ പേടിപ്പിക്കാൻ വന്ന നടക്കില്ല. ഈ കെ മോഹനകൃഷ്ണൻ എനിക്ക് ശരിക്കും അറിയില്ല. എന്റെ കെ മോഹനകൃഷ്ണൻ ഞാനൊരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിലേ അടുത്ത നിമിഷം മോഹനേട്ടൻ അകത്തായിരിക്കും. പിന്നെ നീ പരാതി കൊടുക്കുമ്പോഴേക്കും ഓടി വന്ന് എന്നെ പിടിച്ചോണ്ട് പോകാനായിട്ട് ഈ പോലീസ് എന്ന് പറയുന്നത് നിന്റെ അച്ഛന്റെ വകയൊന്നുമല്ലല്ലോ. അച്ഛൻ പറഞ്ഞല്ലോ മോഹനേട്ടാ. അതെന്താ നിന്റെ അച്ഛൻ 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 ഈ സംസാരിക്കുന്നതിനാണോ കോഡ് ഭാഷ എന്ന് പറഞ്ഞത്? കോഡ് ഭാഷയിൽ അച്ഛൻ എന്ന് പറഞ്ഞ എന്താ ഉത്തമ? ഇതിപ്പം കോഡ് ഭാഷയൊന്നുമല്ല, അവര് തമ്മിൽ ശരിക്കും വഴക്കാം. ഈ മോഹനകൃഷ്ണൻ സാർ ഇത്രയും മോശക്കാരനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതിന് സാർ എന്താ തെറ്റു പറഞ്ഞേ? ആ വക്കീലിനല്ലേ ഭയങ്കര അഹങ്കാരം. ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് നീ പോലും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അവര് പറഞ്ഞു. എത്ര വഴക്കുണ്ടായാലും ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ എന്റെ അച്ഛനെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. മോഹനകൃഷ്ണൻ സാർ അത് ചെയ്തു. തെറ്റ് സാറിന്റെ ഭാഗത്തല്ല, വക്കീലിന്റെ ഭാഗത്താ. വെറുതെ ഓരോന്ന് പറയല്ലേ, തെറ്റ് സാറിന്റെ ഭാഗത്ത് തന്നെയാ. അതെ, അതൊന്നും പറഞ്ഞ് നിങ്ങൾ ഇനിയിപ്പോ വഴക്കുണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അകത്ത് നടക്കുന്ന കലാപരിപാടി പോലെ ഇവിടെ നടത്താൻ നിങ്ങൾ നോക്കിയാ വിവരം അറിയും. മിണ്ടാന്നോളൂ രണ്ടുപേരും. ഇത് മോഹനേട്ടന്റെ മാത്രം വീടല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞേ നമ്മുടെ
കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലി ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൈസയെല്ലാം ഈ വീട്ടിൽ തന്നെയാണ് ചെലവാക്കുന്നതും. അല്ലെങ്കിൽ മോഹനേട്ടൻ ഈ കയ്യിലോട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. ഭാര്യ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഒരു ഉളുപ്പും ഇല്ലാതെ കൈ നീട്ടി വാങ്ങി സ്വന്തം അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് നാളല്ലേ മോഹനേട്ടൻ? അതെത്ര നാണങ്ങളുടെ പരിപാടിയാണ് മോഹനേട്ടാ? അയ്യേ, ഈ മോഹനേഷ്ണ സാർ അങ്ങനെയാണോ? ഭാര്യയുടെ നിന്ന് പൈസ വാങ്ങിച്ചെടുക്കുന്ന ഭർത്താവോ? ഈ നിൽക്കുന്ന ബാഹുലേയൻ ചേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പൈസ വാങ്ങിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ഒരു പൈസ പോലും ഞാൻ നശിപ്പിച്ചിട്ടുമില്ല. എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്? ചാകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ടോ? ഇനി മേലിൽ ഒരൊറ്റ പൈസ പോലും ഞാൻ മോഹനോട് തരാൻ പോകുന്നില്ല. എന്നോട് പൈസ വെച്ചാലേ ആ ഒരൊറ്റ കാരണത്തിന് പേര് മോഹനോട് ജയിലിൽ പോവുകയും ചെയ്യും. അടുക്കൊരു സത്യഭാമ്യ പറയുന്നത്. ആ വക്കീലാണെന്ന് കരുതി ഇത്ര അഹങ്കാരം പാടില്ല. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയുന്ന കണ്ടില്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനും സുധയും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് കുറച്ച് അക്രമം തന്നെ. ഈ മോഹനേഷ്ണ സാറിനോട് ഇവരെങ്ങനെ ജീവിക്കുന്നു? സാറിന്റെ കാര്യവും കഷ്ടം തന്നെ. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വക്കീലിന്റെ കൊറണക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. വക്കീലിനേക്കാൾ എത്ര ഭേദമായി സുധാമണി. മോഹനേഷ്ണ സാറിന്റെ സ്വഭാവം വെച്ച് നോക്കിയാ എന്റെ ബാഹുലേയൻ ചേട്ടൻ ദൈവം. മോഹനേട്ടാ, ഞാൻ അവരോട് സംസാരിച്ച് ഈ പ്രശ്നം തീർക്കാൻ പോവാ. ഇനി മോഹനേട്ടൻ അതിൽ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കാനെങ്ങാനും വന്ന മോഹനേട്ടനെ കാണാൻ എത്രയോ പേരോട് വരുന്നുണ്ട്. വരുന്നത് ആരാണെന്ന് നോക്കാതെ ഞാനും എനിക്ക് തോന്നുന്ന പോലെ ചെയ്യും. വരുന്നവരുടെ മുന്നിൽ വെച്ച് മോഹനേട്ടനുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കും. മോഹനേട്ടനെ ഞാൻ നാണം കിട്ടും. കാണാനൊന്നും ഇല്ല മോഹനേട്ടാ. വാശി ഞാനും മോശമല്ലെന്ന് മോഹനേട്ടൻ അറിയാലോ. സത്യഭാമ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. മോഹനേട്ടനെ ധൈര്യം ഉണ്ടെങ്കിലും ഇടപെട്ട് നോക്ക്. വക്കീലേ, ഞാൻ രണ്ടും കേൾപ്പിച്ചാണ്, അതോർത്താ കൊള്ളാം. ഉത്തമ, ബാഹുലേനോട് സുധാമനോട് ഇങ്ങോട്ട് കയറി വരാൻ പറ. ഇനി പുറത്തു വന്നിട്ടുള്ള സംസാരം വേണ്ട. ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. മോഹനേട്ടൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, എന്റെ കക്ഷികളുടെ മുന്നിൽ വെച്ച് എന്നെ എന്തെങ്കിലും പറയുകയോ കളിയാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഈ ജന്മത്ത് മോഹനേട്ടനെ കാണാൻ ഒരാൾ ഇവിടെ വന്നു പോരുത്. നീ അവരെ വിളിക്ക്, അപ്പൊ കാണാൻ ബാക്കി ഒന്നും ഉണ്ടാവില്ല. ഉത്തമ, അവരെ വിളിക്ക്. അല്ല വക്കീലെ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഉത്തമൻ ആരെ ഈ പേടിക്കുന്നത്? അവരോട് ഇങ്ങോട്ട് കയറി വരാൻ പറ. ഈ കേസ് ഇന്നത്തോടുകൂടി തന്നെ തീരും. കേസ് തീർന്നല്ലോ. തീർന്നോ? ആ, കേസ് തീർന്ന് അവര് പോവുകയും ചെയ്തു. എങ്ങനെ തീർത്തു? ബാഹുലേയൻ പൈസ കൊടുക്കാൻ സമ്മതിച്ചോ? ആ കേസല്ല വക്കീലെ, ഇന്നലത്തെ കേസാണ് തീർന്നത്. ഇന്നലത്തെ കേസോ? നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നത് കേട്ടപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത്. പറഞ്ഞു വരുമ്പോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പോലും അവര് തമ്മിലില്ല. ഒന്നും രണ്ടും പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടും ബാഹുലേയൻ. അത് സുധാമണിക്ക് ഇഷ്ടമല്ല. ബാഹുലേയൻ പറയുന്നത് സുധാമണി അനുസരിക്കുകയില്ല. അപ്പൊ ബാഹുലേയൻ ദേഷ്യം വരും. ഇത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തമ്മിൽ അതൊന്നും അല്ലല്ലോ ഉണ്ടായത്. അടിച്ച് പല്ല് താഴെയിടുമെന്ന് സാറിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് വക്കീല്. ഇതെല്ലാം കൂടെ കേട്ടപ്പോ അവരുടെ തല കറങ്ങിപ്പോയി. ഇത്രയും വഴക്കുണ്ടാക്കുന്ന വക്കീലിന് സാറിനും പിരിയാതെ ഒരുമിച്ച് ജീവിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ ഒരു പാടുമില്ല എന്ന് പറഞ്ഞ് അവര് വിവാഹമോചനം പിൻവലിച്ചു. വിവാഹമോചനം വേണ്ടാന്ന് പിൻവലിച്ച സ്ഥിതിക്ക് പൈസയ്ക്കുള്ള തമ്മിൽ തർക്കം ഇല്ലല്ലോ. അതുകൊണ്ട് ഒറ്റയടിക്ക് സകല പ്രശ്നങ്ങളും തീർന്നു. വക്കീൽ അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത ഡൈവേഴ്സ് പെറ്റീഷനെ പിൻവലിച്ചേക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അവരിവിടെ നിന്ന് പോയത്. ഇപ്പൊ സന്തോഷമായല്ലോ രണ്ടുപേർക്കും. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനിയിപ്പൊ ബാഹുലേയനും സുധാമണിയും പുറത്തിറങ്ങി നിങ്ങളെ പറ്റി എന്താണ് പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങൾ ശരിക്കും വഴക്കുണ്ടാക്കാൻ ആര് പറഞ്ഞു? ഒരു ഭാര്യ ഭർത്താവ് തമ്മില് ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കാൻ പറ്റും എന്ന് അവരെ കാണിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ? അതെ. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ അതെനിക്കറിയാമല്ലോ. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ. ഞാൻ വരട്ടെ സാറേ. വക്കീലേ, നല്ല പാർട്ടികള്. അവരോട് തൃപ്തിയായല്ലോ. ഇനി എന്നെ പുറത്തിറങ്ങി നടക്കും. അവർ നാട്ടുകാർ മുഴുവൻ പറയും. എന്റെ ഈശ്വര, നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. നമ്മൾ തമ്മിൽ എപ്പോഴും വഴക്കാണെന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിച്ചാലല്ലേ? ആരും വിശ്വസിക്കില്ല. എല്ലാവർക്കും നമ്മളെ പറ്റി ഭയങ്കര മതിപ്പാ. എന്തായാലും നമ്മൾ തമ്മിലുള്ള വഴക്കൊണ്ടൊരു പ്രയോജനം ഉണ്ടായല്ലോ.
പിണങ്ങി പിരിഞ്ഞ ആ രണ്ടുപേർ തമ്മിൽ പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ പോവല്ലേ? പിന്നല്ലാതെ. സത്യം പറഞ്ഞ നമ്മളാ സമ്മതിക്കണം. വില്ലേജ് ഓഫീസറും വക്കീലും തമ്മിലുള്ള യുദ്ധം കണ്ടപ്പോഴാണ് തങ്ങൾ എത്ര ഭേദമാണെന്ന് ബാഹുലേയനും സുധാമണിക്കും ബോധ്യമായത്. വിവാഹമോചനത്തിലേക്ക് ചുവടുവെക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വളരെ എളുപ്പത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വിചിത്ര ദമ്പതികളെ മാതൃകയാക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.